ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുക എന്ന് പറഞ്ഞാൽ പരമ ബോറാണ്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, മനുഷ്യന് തലവേദന എടുക്കും. അതാണ് പൗരത്വ ഭേദഗതി നിയമം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയാൽ 5 വർഷമായി ഇതുവരെ സ്വമേധയാ ഏതെങ്കിലും മുസ്ലിം കപ്പൽ കയറി പോയിട്ടുണ്ടോ എന്നുള്ളതല്ലാതെ ഗവൺമെൻറ് ബലം പ്രയോഗിച്ച് ആരെങ്കിലും കൊണ്ടുപോയതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ഇതൊക്കെ എന്ത് ഭ്രാന്തായിരുന്നു. ആ നിയമത്തിനുള്ള ചട്ടങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉടനെ ഇപ്പോൾ ആദ്യം മുതൽ അങ്ങോട്ട് ബഹളം തുടങ്ങുകയാണ്. ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ഹക്കീം 5 കൊല്ലം മുമ്പ് പാസ്സാക്കിയ നിയമത്തിൻ്റെ ചട്ടമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അന്ന് ബഹളം അടങ്ങിയപ്പോൾ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചു. ഇന്ന് വീണ്ടും ബഹളം വയ്ക്കുന്നത് എന്തിനാ? അതും ശരിയാ. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ CAA-ക്കെതിരെ സമരം ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഈ വിദ്യാർത്ഥി സംഘടനയെ നിരോധിക്കണം, എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും നിരോധിക്കണം. ഇവരാരും ഇന്ന് വരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ല സമരം ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമരവും ഈ മണ്ടന്മാർ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും ഒരു സ്റ്റേ ഓർഡർ കിട്ടിയിട്ടുണ്ടോ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ? ഇല്ല. അപ്പോൾ പിന്നെ സർക്കാരിന് അതുമായിട്ട് മുന്നോട്ട് പോകാമെന്നല്ലേ അർത്ഥം? പിന്നല്ലാതെ. ഇതിലേറ്റവും മാന്യമായിട്ട് നിലപാടെടുത്തത് മുസ്ലിം ലീഗാണ്. ഉള്ളതുപോലെ പറയണമല്ലോ. പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ. മുസ്ലിം ലീഗ് പറഞ്ഞു, ഞങ്ങളിതിനെ നിയമപരമായിട്ട് നേരിട്ടോ ഏത് സാധനത്തെയും നിയമപരമായിട്ട് നേരിടാൻ എല്ലാവർക്കും അവകാശമുണ്ട്, മുസ്ലിം ലീഗിനുമുണ്ട്. അത് ശരിയാ. ഇവിടെ പറയാം, പൗരത്വ ഭേദഗതി നിയമം പൗരത്വം കളയാനുള്ളതല്ല, കൊടുക്കാനുള്ളതാണ്. മനസ്സിലായി. കൊടുക്കുമ്പോൾ എക്രോസ് ദ ബോർഡ് എല്ലാവർക്കും കൊടുക്കണം എന്നാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പാകിസ്ഥാനിൽ നിന്ന് ഒരു മുസ്ലിമിന് ഓടി വരേണ്ട ആവശ്യമില്ലല്ലോ. ബംഗ്ലാദേശിൽ നിന്ന് ഒരു മുസ്ലിമിന് ഓടി വരേണ്ട കാര്യമില്ലല്ലോ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുസ്ലിമിനെ ആരെങ്കിലും തല്ലി ഓടിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ അവർ വന്നതിന് വേറെ എന്തോ ഉദ്ദേശമുണ്ട്. പോയിന്റ്. കുഴപ്പമൊന്നുമില്ല. ആ ഉദ്ദേശം എന്താണെന്ന് പരിശോധിച്ചിട്ട് അവർക്ക് കൊടുക്കും. ആദ്യം ഇവർക്ക് കൊടുക്കും. ഇത്രേ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ കൂടുതലൊന്നുമില്ല. അനാവശ്യമായിട്ട് ആളുകളെ പേടിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും നോക്കണ്ട. എനിക്കിട്ട് പണിഞ്ഞോ എന്നൊരു സംശയം. പണിഞ്ഞതാ ആയിരിക്കും. ഇതിനിടയ്ക്ക് നമ്മുടെ നേതാവ് ആര്? പിണറായി വിജയൻ പറയുകയാണ്, കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല. വേണ്ടപ്പ, മോദി നടപ്പാക്കിക്കോളും. താൻ വിചാരിച്ചാൽ പോലും ഇവിടെ നടപ്പാകുകയോ ആകാതിരിക്കുകയോ ഒന്നും ചെയ്ത് തനിക്ക് റോളില്ലെന്നേ ഇതിനകത്ത്. ഇയാൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോകത്തിന്റെ എല്ലാം ഉടമസ്ഥനാണെന്നോ? വെറും വെകിളി വാസു. ഈ പൊട്ടന് ഇതൊന്നും അറിയാൻ മേലേ. പൗരത്വം കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ല. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. അത് പിണറായി വിജയനും ഇല്ല, അങ്ങേരുടെ അമ്മാച്ചനായ സ്റ്റാലിനും ഇല്ല. അത് കേന്ദ്ര സർക്കാരിനുള്ളതാ. ഇക്കണക്കിന് പിണറായി വിജയൻ പറയുള്ളൂ, നാളെ മുതൽ ഞാൻ 500 രൂപയുടെ നോട്ട് അടിക്കില്ല എന്ന്. ഇയാൾ അടിക്കാൻ ഇയാളുടെ കമ്മട്ടമുണ്ടായിട്ട് വേണ്ടേ? ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇത് വീണ്ടും പറയുകയാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, കേരളത്തിൽ നടപ്പാക്കില്ല എന്ന്. ഒരു സുഖം, നമുക്ക് ആരെയും കളിപ്പിക്കാൻ പറ്റില്ല. എന്തൊരു ഇവിടുന്ന് കരിച്ചിങ്ങനെ വരും. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പായിട്ട് ഞാൻ പറഞ്ഞേക്കാം, മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജയിക്കുന്നത് ഈ പറഞ്ഞ റോഹിംഗ്യൻ മുസ്ലിം, ബംഗ്ലാദേശി മുസ്ലിം ഇവരുടെയൊക്കെ വോട്ട് വെച്ചിട്ടാണ്. കേരളത്തിൽ ശരിയായ ഒരു പൗരത്വ പരിശോധന നടക്കുകയാണെങ്കിൽ കുറഞ്ഞത് 2-3 ലക്ഷം ആൾക്കാർ പുറത്തു വരും. ഈ ലക്ഷങ്ങളെ വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്കും ചൂടാവുന്നത് പൗരത്വ ഭേദഗതി നിയമം വരുമ്പോൾ. ഈ കള്ളക്കളി അവസാനിക്കും. ഇനി അടുത്തത് വരും. നിങ്ങളുടെ ഇലക്ഷൻ ID കാർഡും ആധാറും കൂടെ ബന്ധിപ്പിക്കണമെന്ന് പറയും. ഈ പറഞ്ഞ ടീമുകൾക്കെല്ലാം കള്ള ആധാരമാണുള്ളത്. ഇത് എന്ത് ചെയ്താലും ബന്ധിപ്പിക്കാൻ പറ്റില്ല. അത് ശരി. ബന്ധിപ്പിക്കാൻ പോയാൽ പിടിക്കപ്പെടും. അന്ന് വീണ്ടും പിണറായി വിജയൻ ബഹളം വയ്ക്കും. കേരളം ഭരിച്ചാൽ ഏറ്റവും വൃത്തികെട്ടാൻ പിണറായി സർക്കാർ.